ആയുസ് മുഴുവൻ സമ്പാദിച്ച പുണ്യമെല്ലാം ഒരൊറ്റ നിമിഷം ആ ഒരു ശാപത്തിൽ കത്തിച്ചാമ്പലായി. സ്വർഗ്ഗലോകത്തെ ഏറ്റവും ശക്തനായ ഒരു ദേവൻ പെട്ടെന്നൊരു ദിവസം ഭയാനകമായ ഒരു അസുരനായി മാറിയാലോ? സംഭവം നടക്കുന്നത് ദേവേന്ദ്രന്റെ സഭയിലാണ്. അവിടെ സംഗീതം പൊഴിച്ചിരുന്ന വിശ്വവസു എന്ന ഗന്ധർവൻ, രൂപത്തിലും ഗുണത്തിലും ദേവന്മാരെപ്പോലും വെല്ലുന്ന തേജസ്വി. പക്ഷേ അമിതമായ അഹങ്കാരം ആ തേജസ്സിനെ മെല്ലെ വിഴുങ്ങുകയായിരുന്നു. ഒരിക്കൽ അഷ്ടാവക്ര മഹർഷിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ വൈകല്യങ്ങൾ നോക്കി പരിഹസിക്കാൻ വിശ്വവസു തുനിഞ്ഞു. എന്നാൽ ആ ചിരി ചെന്ന് തറച്ചത് മഹർഷിയുടെ തപശക്തിയിലായിരുന്നു. കോപിഷ്ഠനായ മഹർഷി ക്രോശത്തോടെ അലറി, രൂപത്തെ ചൊല്ലിയാണോ നിന്റെ അഹങ്കാരം? എങ്കിൽ ഇന്നു മുതൽ നീ ഒരു ഭീകരരൂപിയായ രാക്ഷസനായി മാറട്ടെ. നിമിഷങ്ങൾക്കുള്ളിൽ ആ സുന്ദരരൂപം ഉരുകിയൊലിച്ചു. ആകാശത്തോളം ഉയരമുള്ള ശരീരം, നെഞ്ചിൽ ഒരൊറ്റ കണ്ണ്, വയറിൽ ഭീമാകാരമായ വായ. ഗന്ധർവൻ കബന്ധൻ എന്ന പേടിസ്വപ്നമായി മാറി. വിശപ്പടക്കാൻ മുന്നിൽ വരുന്നതിനെയെല്ലാം വാരി വിഴുങ്ങുന്ന ഒരു ജീവി. സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലെ ഇരുട്ടിലേക്ക് അവൻ വലിച്ചെറിയപ്പെട്ടു. യുഗങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രാമലക്ഷ്മണന്മാർ ആ വനത്തിലെത്തി. രാമന്റെ അമ്പേറ്റ് ആ രാക്ഷസരൂപം പിളർന്നപ്പോൾ മാത്രമാണ് വിശ്വവസുവിന് ശാപമോക്ഷമുണ്ടായത്. ചിന്തിച്ചു നോക്കൂ, ഒരു നിമിഷത്തെ പരിഹാസം കൊണ്ട് ഒരു ദേവന് നഷ്ടമായത് സ്വന്തം സ്വത്തുമായിരുന്നു. നമ്മുടെ വാക്കുകൾക്ക് മറ്റൊരാളെ തകർക്കാനുള്ള ശക്തിയുണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാണ്.